മുടങ്ങാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു അമലാണ് സൂറത്തുൽ ഇഖ്ലാസ് ജീവിതത്തിൽ കൂടുതൽ പാരായണം ചെയ്യൽ. എല്ലാ ദിവസവും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ ചോദ്യം, 20 ഓതിയാലോ 2 എണ്ണം കിട്ടും, 30 എണ്ണം ഓതിയാലോ? താങ്കൾക്ക് മനസ്സിലായി ഈ 10ന്റെ ഗുണന പട്ടിക പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. താങ്കൾ പറഞ്ഞ എത്ര ഓതിയതിനനുസരിച്ച് കിട്ടും. അപ്പൊ ഇന്ന് ഓതണം 10 എണ്ണം, നാളെ ഓതണം 10 എണ്ണം, അങ്ങനെ എല്ലാ ദിവസവും ഓതിയാൽ സ്വർഗത്തിൽ ഒരു വീട്, സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 2 അർത്ഥം. ഒന്ന് ഈമാനോടെ മരിക്കും, മറ്റൊന്ന് സ്വർഗത്തിലേക്ക് എൻട്രി പാസ് കിട്ടും. അല്ലാതെ സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ അയാൾ നരകത്തിൽ കിടത്തിയിട്ട് സ്വർഗത്തിലെ വീടിന്റെ വാടക മാസത്തിൽ കൊടുത്തേക്കല്ല, ആചാര്യ 1-ാം തീയതി തരേണ്ട വാടക 5-ാം തീയതി ആയിപ്പോയി, സോറി, അങ്ങനെയൊന്നും അല്ല. സ്വർഗത്തിൽ വീട് കിട്ടും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ ഈമാനോടെ മരിക്കുന്ന അർത്ഥം. സ്വർഗത്തിന്റെ 8 വാതിലും തുറക്കപ്പെടും എന്ന് പറയാറുണ്ട് വുളുവിന് ശേഷമുള്ള ദുആ നടത്തിയാൽ. അതിന്റെ അർത്ഥം എന്താ? ഈമാനോടെ മരിക്കും, സ്വർഗത്തിലെത്തുന്നു. അല്ലാതെ വാതിലെല്ലാം തുറന്നിട്ടിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ കിച്ചന്റെ വെക്കിലേക്ക് കൂടി നരകത്തിലേക്ക് എത്തിച്ചിട്ട് പിന്നാക്കിന്ന് കളിയാക്കലല്ല. സ്വർഗത്തിൽ ഒരു കാര്യം കിട്ടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈമാനോടെ മരണപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.